Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് അല്ലേ? അവിടെ മുതലല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതെ അതെ. ഓക്കെ. ഒന്നുകൂടി പറയണം. മിസ് കഴിഞ്ഞ ദിവസം കയറിയപ്പോ പറഞ്ഞിട്ടുണ്ടായല്ലോ. പോയിന്റ്സ് ജസ്റ്റ് ഒന്നുകൂടി പറയാം. 1 ഫസ്റ്റ് പോയിന്റ്, 7th പോയിന്റ്, 9th പോയിന്റ്, 12th, 13. ഫസ്റ്റ് 7th, 9th, 12th, 13. നെക്സ്റ്റ് നമുക്കറിയാം കമ്പനിയില് പലതരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ട് അല്ലെ? ജീവനക്കാരുണ്ടല്ലോ. താഴേക്ക് മുകളിൽ നിന്ന് മുതൽ താഴെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ വരെ ഉണ്ട് അല്ലെ? പൊസിഷനുകളില് ക്ലീനിങ് സ്റ്റാഫുകൾ മുതൽ മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ് അല്ലെ, ഡയറക്ടേഴ്സ് ഒക്കെ ഇല്ല. അപ്പൊ നമ്മൾക്ക് ഒരു കമ്പനിയിലെ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നെക്സ്റ്റ് മിസ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യുന്നുള്ളൂ ക്ലാസ് തുടങ്ങുമ്പോൾ. മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കമ്പനിയിലെ മാനേജർ. ആരാണ് മാനേജർ? ആരാണ്? സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ആള്. സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ആള്. സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ആൾ മാത്രമാണോ? ആണോ? ആണോ? എന്താണ് ആരൊന്നും പറയാത്തത്? വിഷ്ണു ഉണ്ടായല്ലോ ക്ലാസ്സിൽ കയറിയപ്പോ. വിഷ്ണു എന്തേ? ആരാണ് വിഷ്ണു? എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നത് മാനേജർ. എംപ്ലോയീസിനെ അല്ലെ? തന്റെ അടിയിലുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന ആള്, കൺട്രോൾ ചെയ്യുന്ന ആളല്ലേ? എന്താണ്? A manager is the person who is responsible for the activities of a group of employees in an organization അല്ലെ? ഒരു സ്ഥാപനത്തിലെ ഒരു കൂട്ടം ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? അല്ലെ? അപ്പൊ ഒരു കമ്പനിയില് ഒരു മാനേജർ ആണോ ഉള്ളത്? ഒരു മാനേജർ മാത്രമാണോ ഉള്ളത്? അല്ല, ഒന്നിൽ കൂടുതൽ മാനേജേഴ്സ് ഉണ്ടാവും അല്ലെ? ഒന്നിൽ കൂടുതൽ ഓരോ സെക്ഷനിലും മാനേജേഴ്സ് ഉണ്ടാവും അല്ലെ? ഫിനാൻസിൽ ഉണ്ടാവും, പർച്ചേസിംഗിൽ ഉണ്ടാവും അല്ലെ? ഓരോ സെക്ഷനിലും ആ ഒരു അതിന് താഴെ വരുന്ന എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ആരാ? അങ്ങനെയാണെങ്കിൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ആരാ? An executive has to oversee the administration function of the organization. Like എന്താണ്? An executive has to oversee the administration function of the organization. അല്ലെ? ഒരു സ്ഥാപനത്തിലെ അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ അല്ലെ, ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മേൽനോട്ടം വഹിക്കുന്ന അല്ലെ, നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം മാനേജേഴ്സ് ആണോ എക്സിക്യൂട്ടീവ്സ് ആണോ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്? ആരാണ് ടോപ്പിൽ നിൽക്കുന്നത്? എക്സിക്യൂട്ടീവ്സ് ആണ് അല്ലെ? മാനേജേഴ്സിനെ കാട്ടി മുന്നിൽ നിൽക്കുന്നത് എക്സിക്യൂട്ടീവ്സ് അല്ലേ? അല്ലേ? എന്താണ് മക്കളെ? അല്ലേ? ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് അല്ലെ? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാനേജേഴ്സിന് എന്താണ് തന്റെ താഴെ വരുന്ന അല്ലെ, താൻ എന്താണ് നിയന്ത്രിക്കുന്ന എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു കേപ്പബിലിറ്റി വേണ്ടേ? വേണോ? ഒരു സ്കിൽസ് വേണം അല്ലെ? അതിന് വേണ്ട സ്കിൽസ് വേണം അല്ലെ?
അതിന് വേണ്ട ബിഹേവിയർ വേണം അല്ലെ. അപ്പൊ അങ്ങനെ അവരെ മൊത്തത്തിൽ ആ ഒരു മാനേജിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുകയോ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നത് വളർച്ചയുടെയും ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് അല്ലെ. അതിലൂടെ മാനേജർമാർക്ക് എന്തിനുള്ള കഴിവാണ് ലഭിക്കുന്നത്? എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനുള്ള, കൺട്രോൾ ചെയ്യാനുള്ള അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. എന്താണ് അവർ ഇപ്പോഴത്തെ ജോലികളും ഫ്യൂച്ചറിൽ അവർക്ക് വരാൻ പോകുന്ന റെസ്പോൺസിബിലിറ്റീസും മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കുന്ന അതിനുവേണ്ട ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്ത് അവർക്ക് വേണ്ട ഒരു വളർച്ച, ഒരു ഗ്രോത്ത് നൽകുന്നതിനെയാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മിസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ പറയാം? നമുക്ക് മാനേജേഴ്സിനെ എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെ, എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങുകളെയും എഡ്യൂക്കേഷനെയുമാണ് നമ്മൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടിയോ? ആർക്കാണ് കൊടുക്കുന്നത്, എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്, അങ്ങനെ ഒരു ഐഡിയ കിട്ടിയില്ലേ? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രെയിനിങ് നമ്മൾ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു പരിശീലനമാണ് അല്ലെ, ഒരു എഡ്യൂക്കേഷൻ ആണ് അല്ലെ. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് മാനേജേഴ്സിന് അവരുടെ സ്കില്ലുകളും അവരുടെ എബിലിറ്റീസും, ഒന്നുകൂടെ പറയണം, മാനേജേഴ്സിന് അവരുടെ സ്കില്ലുകളും എബിലിറ്റീസും ഇൻസൈറ്റും ആറ്റിറ്റ്യൂഡും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാനേജേഴ്സിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാനേജേഴ്സിന്റെ ഗ്രോത്ത് അല്ലെ. കണ്ട് എന്താണ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? അതാണ് മിസ് ആദ്യം തന്നെ ചോദിച്ചത്. ആരാണ് മാനേജേഴ്സ് അല്ലെ? ഒരു സ്ഥാപനത്തിലെ ഒരു കൂട്ടം ജീവനക്കാരെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൂട്ടം എംപ്ലോയീസിനെ നിയന്ത്രിക്കണമെങ്കിൽ അവർക്ക് പർട്ടിക്കുലർ സ്കില്ല് വേണ്ടേ? ഇപ്പൊ നമ്മളോട് ചെന്നിട്ട് ഒരു കമ്പനിയിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് നമ്മളോട് പറയാണ്, നിങ്ങളുടെ അണ്ടറിലുള്ള ഒരു 10 എംപ്ലോയീസിനെ നിങ്ങളായിരിക്കണം കൺട്രോൾ ചെയ്യേണ്ടത്, അവർക്ക് വേണ്ട വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറ്റുമോ? ആരെങ്കിലും ഉണ്ടോ അതിന് വില്ലിംഗ് ആയിട്ട്? ആരെങ്കിലും ഉണ്ടല്ലോ? ഉണ്ടോ? എന്താണ് എന്ന് പറയാൻ ഇല്ല അല്ലെ. നമുക്ക് പെട്ടെന്ന് പറയാം. അപ്പൊ എന്താണ്? അതിനു വേണ്ടി അവരുടെ സ്കില്ലുകളും അവരുടെ എബിലിറ്റീസും അല്ലെ, അവരുടെ നോളജും അല്ലെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു എംപ്ലോയിക്ക് മാനേജേഴ്സ് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയും എഡ്യൂക്കേഷനെയുമാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതൊക്കെയാണോ മിസ്? പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആവും മിസ് എടുക്കുമ്പോ. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ ആണോ? ആ ഒരു സെക്ഷൻ ഓക്കെ ആണോ? നമുക്കപ്പോ ഇതിലേക്ക് വരട്ടാം അല്ലെ. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കൊണ്ടുള്ള എന്താണ് കൺസെപ്റ്റ് അല്ലെ, ആശയം എന്താണ്? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത്. മിസ് തന്നെ പറഞ്ഞു അല്ലെ. എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നത്? ട്രെയിനിങ്ങിന്റെയും അല്ലെ പരിശീലനത്തിന്റെയും വളർച്ചയുടെയും ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് അല്ലെ, ചിട്ടയായ പ്രക്രിയയാണ്. അതിൽ എന്താണ് ചെയ്യുന്നത്? ബൈ വിച്ച് individuals gain and apply knowledge, skills, insights and attitude to manage work organization effectively. അവർക്ക് ആ ഒരു ഓർഗനൈസേഷനിലുള്ള വർക്ക് എഫക്റ്റീവായി കാര്യക്ഷമമായി ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് മാനേജ് ചെയ്യാനുള്ള നോളജും അല്ലെ, അവരെ നോളജ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് കുറെ നോളജ് ഉണ്ട്, അറിവുണ്ട്, ഒരു വർക്ക് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറെ തിയറീസ് നമ്മൾ ഒരുപാട് പഠിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരുപാട് തിയറീസ് അറിയാം
കാര്യമുണ്ടോ? നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റണം അല്ലെ? നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റണ്ടേ? നമുക്ക് അറിയാവുന്ന നോളജുകള്. അപ്പൊ എന്താണ് അപ്ലൈ നോളജ്? അവരുടെ സ്കിൽസ്, നോളജ് അപ്ലൈ ചെയ്യാനും അവരുടെ കഴിവുകൾ അല്ലെ, അവരുടെ ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകൾ അല്ലെ, പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങളൊക്കെ അവർക്ക് വളർത്തിയെടുക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ആർജിക്കാനുള്ള ഒരു ട്രെയിനിങ്ങിനെയും ഗ്രോത്തിനെയുമാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ വർക്ക് അവർക്ക് ഇഫക്റ്റീവായിട്ട് അല്ലെ കാര്യക്ഷമമായി ചെയ്യുന്നതിന് വേണ്ടി അവരുടെ നോളജ് അപ്ലൈ ചെയ്യാനും അവരുടെ സ്കിൽസുകൾ വർദ്ധിപ്പിക്കാനും അവരുടെ ഉൾക്കാഴ്ചകൾ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ മനോഭാവങ്ങൾ നല്ല രീതിയിലാക്കാനും അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയും ഗ്രോത്തിനെയുമാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് ഓർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അല്ലെ, എക്സിക്യൂട്ടീവിനോ കൺട്രോളിംഗ് അല്ലെ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇസ് എ uninterpreted process of learning and growth designed to bring behavioral change among the managers. Executives എന്ന് വേണ്ടിയിട്ട് മാനേജേഴ്സ് എന്നാക്കിയേ. നമ്മ മാനേജേഴ്സിനാണ് അല്ലെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊടുക്കുന്നത് അല്ലെ. മാനേജേഴ്സിനെ നമ്മൾ എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് ഉയർത്താണ് ചെയ്യുന്നത് അല്ലെ. അവരുടെ സ്കിൽസുകളും അവരുടെ എബിലിറ്റിയും അല്ലെ, നോളജും. അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് ഇസ് എ executive or management development is an uninterpreted process of learning and growth designed to bring behavioral change among the managers. എന്താണ് മാനേജേഴ്സിന്റെ ഇടയിൽ അല്ലെ, മാനേജേഴ്സിന് എന്താണ് അവരുടെ പെരുമാറ്റ മാറ്റങ്ങൾ, ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് അവർക്ക് കൊടുക്കുന്ന ലേണിംഗ് അല്ലെ, പഠനത്തിന്റെയും ഗ്രോത്തിന്റെയും ഒരു തടസ്സമില്ലാത്ത പ്രക്രിയ. അൺഇന്റർപ്രറ്റഡ് എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാത്ത ഒരു പ്രക്രിയയാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഫോർ എക്സിക്യൂട്ടീവ്. മാനേജേഴ്സിന്റെ ഇടയിൽ അവരുടെ പെരുമാറ്റ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ബിഹേവിയറൽ ചേഞ്ച്, വളർച്ച അല്ലെ. അവർക്ക് അവരുടെ താഴെയുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനും അല്ലെ, അവരുടെ കാര്യങ്ങൾ അല്ലെ, അവിടെയുള്ള വർക്കുകൾ ഇഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള എബിലിറ്റീസ്, സ്കിൽസ്, നോളജ്, ആറ്റിറ്റ്യൂഡ് അല്ലെ. അപ്പൊ ഈ ഇതിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഒരാളുടെ എബിലിറ്റിയില്, സ്കില്ലില്, നോളജിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിലും അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരോ, പെരുമാറ്റത്തിൽ ചേഞ്ചസ് വരോ? നമ്മൾ ചോദിക്കാറില്ലേ, ചിലരുടെ അടുത്ത് ചോദിക്കാറുണ്ട് അല്ലെ. നീ ഭയങ്കര എക്സിക്യൂട്ടീവ് ലെവലിലാണല്ലോ അല്ലെ, ചോദിക്കാറുണ്ടോ? ചോദിക്കാറില്ലേ? അപ്പൊ എന്താണ് നമുക്ക് ഒരുപാട് നോളജ് കിട്ടാണ്, സ്കില്ല് കിട്ടാണ്, എബിലിറ്റി കിട്ടാണെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരില്ലേ സ്വാഭാവികമായിട്ടോ? ഇല്ലേ? എന്താണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, വരില്ലേ? അപ്പൊ എന്താണ് മാനേജേഴ്സിന്റെ ഇടയില് ഇതിൽ പറയുന്നത് എന്താ? മാനേജേഴ്സിന്റെ ഇടയില് അവരുടെ പെരുമാറ്റ മാറ്റം കൊണ്ടുവരാൻ അല്ലെ, അവരുടെ ഇംപ്രൂവ്മെന്റ്, പെരുമാറ്റ മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഇംപ്രൂവ്മെന്റ്, വളർച്ച കൊണ്ടുവരാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള, ഡിസൈൻ ചെയ്തിട്ടുള്ള എന്താണ് പഠനത്തിന്റെയും അല്ലെ ലേണിംഗിന്റെയും വളർച്ചയുടെയും ഒരു തടസ്സമില്ലാത്ത പ്രക്രിയയെയാണ് എക്സിക്യൂട്ടീവ് ഓർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓൺ മ്യൂട്ട് കൊടുക്കണം. മിസ് കൊടുത്തില്ലേ? ഓൺ മ്യൂട്ട് കൊടുത്തില്ലേ? ഇല്ല അല്ലെ? ഉണ്ട്. ഓക്കെ ഓക്കെ, മിസ് കൊടുത്തിട്ടുണ്ടായില്ല, അപ്പൊ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിക്ടോറിയ മിസ് ഓക്കെ അല്ലേ? എന്താ ഓക്കെ ആണോ? ആ 2 സെന്റൻസ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ്
Next, it implies that there will be change in knowledge and behavior of the individual undergoing the development program. അല്ലെ എന്താണ് ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ മാനേജ്മെന്റ് ഡെവലപ്മെന്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് വിധേയരായിട്ടുള്ള, അതായത് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങും കിട്ടിയ വ്യക്തികളില് എന്ത് വരുന്നുണ്ട്? അവരുടെ നോളജില്, അവരുടെ ബിഹേവിയറില് ചേഞ്ചസ് വരുന്നു, അല്ലെ? വ്യത്യാസങ്ങൾ വരുന്നു, അല്ലെ? നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ എന്താണ് ഗെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്വയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വ്യത്യാസങ്ങൾ വരില്ലേ? മാറ്റങ്ങൾ വരില്ലേ? ഇംപ്രൂവ്മെന്റുകൾ വരില്ലേ? ആ നോളജ് വർദ്ധിക്കുന്നു, അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യും? നമ്മുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കില്ലേ? നമുക്ക് നോളജ് വർദ്ധിക്കാണ്, അല്ലെ? അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കില്ലേ? ഉണ്ടോ? അപ്പൊ ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്, ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് വിധേയമായിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അല്ലെ, വ്യക്തികൾക്ക് അവരുടെ നോളജിലും അവരുടെ അറിവിലും ബിഹേവിയറിലും വ്യത്യാസങ്ങൾ വരുന്നു. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, the individual will be able to perform better in present assignment and also increase his potential for future assignments through the acquisition, understanding and use of new knowledge, insight and skills. അപ്പൊ അവരെന്താണ് ട്രെയിനിങ് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ്? അവർ പുതിയ നോളജ് അവർക്ക് ഗെയിൻ ചെയ്യാണ്, അല്ലെ? അവർക്ക് ലഭിക്കില്ലേ? അവർ അക്വയർ ചെയ്യല്ലേ ചെയ്യുന്നത്? അപ്പൊ അവർക്ക് എന്താണ്? ഈ ഇങ്ങനെ പുതിയ നോളജ് അല്ലെങ്കിൽ ഇൻസൈറ്റ്, ഉൾക്കാഴ്ചകള് അല്ലെങ്കിൽ എന്താണ് സ്കിൽസുകള്, കഴിവുകൾ ലഭിക്കുന്നതിലൂടെ, അവരെ അക്വയർ ചെയ്യുന്നതിലൂടെ അവരെ ഇപ്പോഴത്തെ അസൈൻമെന്റുകൾ അവർക്ക് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് ചെയ്യാനും അവർക്ക് ഇനി ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്താണ് അസൈൻമെന്റുകൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാനും സാധിക്കുന്നു. ഓക്കെയോ? അതായത് ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ മിസ് പറഞ്ഞു, അല്ലെ? അവർക്ക് എന്ത് കിട്ടാണ്? മാനേജേഴ്സിന് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ കിട്ടാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? പുതിയ കാര്യങ്ങൾ പഠിക്കും, അല്ലെ? ന്യൂ നോളജ് പഠിക്കും. അവരുടെ സ്കിൽസ്, അവരുടെ എബിലിറ്റി, അവരുടെ ഇൻസൈറ്റുകൾ വർദ്ധിക്കോ? വർദ്ധിക്കില്ലേ? ഇംപ്രൂവ് ചെയ്യില്ലേ? അപ്പൊ അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരുടെ ഇപ്പോഴത്തെ, അല്ലെ, പ്രസന്റ് എന്താണ് അസൈൻമെന്റുകൾ, അല്ലെ? ഇപ്പോഴത്തെ അസൈൻമെന്റുകൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാനും പിന്നെന്താണ് ഓൾസോ ഇൻക്രീസ് ഹിസ് പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ അസൈൻമെന്റ്, അല്ലെ? അവർക്ക് ഇനി ഭാവിയിൽ കിട്ടാൻ പോകുന്ന വർക്കുകൾ അവർക്ക് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാനും സാധിക്കുന്നു. ഓക്കെയാണോ? Next, the learning process involves the implication that there will be changed behavior on the part of individuals given the sufficient training and education. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, അല്ലെ? മാനേജ്മെന്റ് ഡെവലപ്മെന്റിൽ അവർക്ക് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ കിട്ടാണ്, അല്ലെ? അപ്പൊ അവർക്ക് ഇങ്ങനെ കിട്ടുന്ന, അവർക്ക് ആവശ്യമായി കിട്ടുന്ന ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? There will be changed behavior on the part of individual, അല്ലെ? അവരുടെ പെരുമാറ്റത്തിൽ, ബിഹേവിയറില് അവർക്ക് ചേഞ്ചസ് കൊണ്ടുവരാനായി, അല്ലെ, മാറ്റങ്ങൾ കൊണ്ടുവരാനായി സാധിക്കുന്നു. ഓക്കെയാണോ? അതാണ് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ, അതായത് ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നുള്ള ലേണിംഗ് പ്രോസസ്സിൽ പറയുന്നത്. എന്താണ്? അവർക്ക് കിട്ടുന്ന ആവശ്യമായിട്ടുള്ള ഈ ഒരു പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ എന്താണ് സ്വഭാവത്തിൽ, അല്ലെ, പെരുമാറ്റത്തില് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് നമ്മുടെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ലേണിംഗ് പ്രോസസ്സിൽ പറയുന്നത്. ഓക്കെയാണോ?
നെക്സ്റ്റ് ഓക്കെ. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയ ഫോർമൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയാൽ മതിയോ? അത് നമ്മളെ കുറെ ഇംപ്രൂവ് ചെയ്യിക്കോ? ഫോർമൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടിയാണ് നമുക്ക് പ്രാക്ടിക്കൽ കൂടി കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും? അതിന് വേണ്ട ഒരു പ്രാക്ടിക്കൽ കൂടി കിട്ടുകയാണ്, പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാനുള്ള. അപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആണ് അല്ലെ? യു ഫീൽ ബെറ്റർ അല്ലെ? പരിശീലനങ്ങൾ കിട്ടുന്നതിലൂടെ അല്ലെ? അപ്പൊ നോക്കിയേ നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, മാനേജേഴ്സ് develop not only by participating in formal courses of instruction drawn by the organization, but also through actual job experience in the organization. Managers endana ee oru formal course of instructions alle നമുക്ക് വായ്മൊഴിയിലൂടെ അല്ലെ ഫോർമൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് മാത്രം, നിർദ്ദേശങ്ങൾ കൊടുത്താൽ മാത്രം പോരാ അല്ലെ? അവർ എന്ത് ചെയ്യണം? ബട്ട് ഓൾസോ ത്രൂ ആക്ച്വൽ ജോബ് എക്സ്പീരിയൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിലെ ആക്ച്വൽ ജോബ് അവർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടി കൊടുക്കണം അല്ലെ? അവസരം കൂടി കൊടുക്കണം അല്ലെ? ആണോ? ഇത് ബെറ്റർ ആക്കുന്നു അല്ലെ? ആ ഒരു പ്രോസസ്, ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ നല്ല രീതിയിലാക്കല്ലേ ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്താണ്? മാനേജേഴ്സ് ഡെവലപ്പ് നോട്ട് ഓൺലി എന്താണ് മാനേജേഴ്സ് അല്ലെ? ഒന്നുകൂടി പറയണം. നമ്മിപ്പോ ഒരു കാര്യം ചെയ്യാണ്. ഇപ്പൊ മിസ് ഗേൾസ് ആയതുകൊണ്ട് കൂടുതലായിട്ട് മിസ് കുക്കിങ്ങിനെ കുറിച്ച് പറയാം. ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് ഒരാൾ പറഞ്ഞു തരികയാണ്, ജസ്റ്റ് കാണിച്ചൊന്നും തരുന്നില്ല, വെറുതെ ഒരു വായ്മൊഴിയിലൂടെ നമുക്ക് കാര്യങ്ങൾ റെസിപ്പി പറഞ്ഞുതരാണ്. അപ്പൊ അത് എത്രത്തോളം ബെറ്റർ ആവും? നമുക്ക് ചെയ്യുമ്പോൾ, നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലെ? സവാള ഇട്ടിട്ടാണ് തക്കാളി ഇടുന്നത്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇടണോ അല്ലെ? മല്ലിപ്പൊടി എത്ര ചേർക്കണം, മുളക് പൊടി എത്ര ചേർക്കണം അല്ലേ? ആണോ? ആണോ? ആണ്. പക്ഷെ നമ്മുടെ കൂടെ നിന്ന് അല്ലെ, നമ്മുടെ ഒപ്പം തന്നെ നിന്ന് നമ്മൾ കൊണ്ട് അത് ചെയ്യിക്കുകയാണെങ്കിലോ ഫീൽ ബെറ്റർ അല്ലെ? നമുക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയില്ലേ? പിന്നെ രണ്ടാമത്തെ തവണ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും അല്ലെ? ആണോ മക്കളെ? അല്ലെ? അപ്പൊ എന്താണ് നമുക്ക് എന്താണ് ഫോർമൽ ആയിട്ടുള്ള അല്ലെ, വെറുതെ ജസ്റ്റ് വായ്മൊഴിയിലൂടെ അല്ലെ നമുക്ക് നിർദ്ദേശങ്ങൾ തന്നാൽ മാത്രം പോരാ അല്ലെ? നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അല്ലെ, ജോബ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവർക്ക് നൽകണം. ഓക്കെ ആയോ? ഞാൻ ഗേൾസ് കൂടുതലുള്ള കാരണമാണ് കേട്ടോ. പ്രാക്ടീസ് കൊടുക്കണം. മിസ് ഇത് പറഞ്ഞത് കേട്ടോ, കുക്കിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ഇട്ടത്. Okay, next, it should be recognized that it is for the organization to establish the development opportunities for its managers and potential managers. അല്ലെ? നമ്മ പറഞ്ഞു മാനേജേഴ്സിനാണ് അല്ലെ കൊടുക്കുന്നത് ട്രെയിനിങ്ങുകൾ, എഡ്യൂക്കേഷൻ അല്ലെ? അപ്പൊ എന്താണ് അവിടെയുള്ള ഇപ്പൊ നിലവിലുള്ള മാനേജേഴ്സിനും പൊട്ടൻഷ്യൽ മാനേജേഴ്സ് അല്ലെ? ഇപ്പൊ ചിലർക്ക് എന്താണ് നമുക്ക് പ്രൊമോഷൻ കൊടുത്തിട്ട് മാനേജേഴ്സ് ആക്കാനുള്ള സാധ്യതയുള്ള ആളുകൾ ഉണ്ടാവില്ലേ? എക്സ്പീരിയൻസിന്റെ ബേസിസിൽ അല്ലെ, അല്ലെങ്കിൽ അവരുടെ വർക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? അപ്പൊ എന്താണ് ഇപ്പൊ നിലവിലുള്ള മാനേജേഴ്സിലും സാധ്യതയുള്ള മാനേജേഴ്സിനും ഇതൊടുത്ത ഓർഗനൈസേഷൻ ഇത്തരം അവസരങ്ങൾ വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമുക്ക് നിലവിലുള്ള മാനേജേഴ്സിനും വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഇത്തരം മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നൽകണം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് but an equal, perhaps more important counterpart to the effort of the organization or those of the individuals. ആ ഒരു ഇംപ്രൂവ്മെന്റിന് അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിന് ആ ഒരു ഓർഗനൈസേഷന്റെ എഫേർട്ട് മാത്രം മതിയോ? ആ ഒരു മാനേജറിന്റെ വികസനത്തിന് മതിയോ? പോരാ അല്ലെ? നമ്മളെ ഭാഗത്ത് നിന്നും ഒരു ഇത് വേണ്ടേ?
എഫേർട്ട് വേണം അല്ലെ. അപ്പൊ അതാ പറഞ്ഞ എന്താണ്, സോറി, ബട്ട് ഈക്വൽ ആൻഡ് ഈക്വൽ, ഒരേപോലെ തന്നെ ഈക്വൽ ആയിട്ട്, പെർഹാപ്സ് മോർ ഇമ്പോർട്ടന്റ് അല്ലെ, ചിലപ്പോ അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെ, പ്രധാനമായിട്ട് കൗണ്ടർ പാർട്ട് ടു ദി എഫേർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ ആർ ദോസ് ഓഫ് ദി ഇൻഡിവിജ്വൽ. നമ്മുടെ ഓർഗനൈസേഷന്റെ എഫേർട്ട് പോലെ തന്നെ ആ ഒരു ഇൻഡിവിജ്വലിന്റെ എഫേർട്ടും കൂടി ആ ഒരു കാര്യത്തിൽ, ആ ഒരു ഡെവലപ്മെന്റിന് ആവശ്യമാണ്. നെക്സ്റ്റ് ക്ലിയർ അല്ലേ ഇത്? എന്താണ്, ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു മാനേജറിന് ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യാനായിട്ട് അവർ വില്ലിങ് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കൊടുക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു ഓർഗനൈസേഷൻ അത്രയും എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമ്മ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ചെലവേറിയ ഒരു കാര്യമാണ് അല്ലെ. ഓർഗനൈസേഷനില് ചെലവ് ആ ആളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് വേണം അല്ലെ. എന്താണ്, ആ ഒരു ഓർഗനൈസേഷന്റെ എഫേർട്ട് പോലെ തന്നെ ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഭാഗത്ത് നിന്നും ചിലപ്പോ അത്രയും തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അവരുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ആവശ്യമാണ്. Self development is an essential principle in the whole program of management program. Our management programമിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എന്താണ് essential principle അല്ലെ, പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഡെവലപ്മെന്റ് ആണ് അല്ലെ. അല്ലെ, സ്വയം വളർച്ചയില്ലേ. അപ്പൊ എന്താണ്, ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളിലെ ഹോൾ പ്രോഗ്രാമിലെ പ്രധാനപ്പെട്ട തത്വം, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. അത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. സെൽഫ് ഡെവലപ്മെന്റ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ദി മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ അല്ലേ? അത്രയും ഭാഗം ഓക്കെ ആണോ? വായിച്ചു നോക്കണോ? വായിച്ചു നോക്കണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, അതോ നെക്സ്റ്റ് എടുത്തോട്ടെ? അതും കൂടി എടുത്തിട്ട് വായിച്ചു നോക്കാം അല്ലെ. പോരെ? ഇതുവരെ ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് an important assumption and concern behind management development as follows. അല്ലെ, എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലെ എന്താണ് പ്രധാന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻ, അനുമാനങ്ങളും ആശങ്കകളും എന്തൊക്കെയാണ് താഴെ കൊടുക്കുന്നുണ്ട്. നോക്കിയേ, സം പേഴ്സണൽ വേരിയബിൾസ് അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പേഴ്സണൽ വേരിയബിൾസ് ഒരാളുടെ വ്യക്തിഗതമായിട്ടുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങള്, ഏജ് അല്ലെ, ഹാബിറ്റ്, ലെവൽ ഓഫ് മോട്ടിവേഷൻ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെ, മാനസികാവസ്ഥ അല്ലെ. ഇപ്പൊ നമ്മ പറയാറുണ്ട്, നമുക്ക് വയസ്സ് കൂടുന്തോറും നമുക്ക് മറവി കൂടും അല്ലെ. ആണോ? ഒന്ന് പ്രതികരിക്കേ അല്ലെ. നമുക്ക് പഠിക്കാനുള്ള ഒരു കഴിവ് നമ്മ പറയും, സ്വയം പറയുന്നതാണ് കേട്ടോ അത്. നമ്മ വിചാരിച്ചാല് നടക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇതെന്താണ്, വയസ്സ് കൂടുന്തോറും നമുക്ക് മറവി കൂടും അല്ലെ. നമുക്ക് പഠിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെടുന്നല്ലേ, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ്, ആ ഒരു പേഴ്സണൽ വാരിയബിൾസ്, അവരുടെ ഹാബിറ്റ് അല്ലെ, അവരുടെ ഹാബിറ്റ്, അവരുടെ ലെവൽ ഓഫ് മോട്ടിവേഷൻ അല്ലെ, അവരുടെ ആ ഒരു മോട്ടിവേഷന്റെ ലെവൽ എങ്ങനെയാണ് അല്ലെ, പിന്നെ എന്താണ് അവരുടെ മാനസികാവസ്ഥ അല്ലെ, അതൊക്കെ എന്താണ് ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹിൻഡർ ദ ഗ്രോത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പേഴ്സന്റെ, ആ ഒരു ഇൻഡിവിജ്വലിന്റെ എന്താണ് ഗ്രോത്തുമായിട്ട്, വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ഹിൻഡർ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടിരിക്കുക അല്ലെ. ഈ ഒരു പേഴ്സണൽ വേരിയബിൾസ് ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുകയല്ലേ. നമ്മുടെ പാരന്റ്സിനോട് എന്ന് പറഞ്ഞാൽ ഒരു 60-62 വയസ്സുള്ള ഒരാളോട് പുതിയ കാര്യം പഠിക്കാൻ പറയാണ്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവരെന്താ പറയുന്നത്, ഇത്രയും വയസ്സായില്ലേ അല്ലെ, ഇത്രയും വയസ്സായില്ലേ, ഇത് മതി അല്ലെ. അപ്പൊ ആ ഒരു മാനസികാവസ്ഥ എന്താണ് അല്ലെ, പൊതുവെ നിങ്ങൾ കേട്ടിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിരിക്കും അവർക്ക് അല്ലെ. അവര് പ്രായം കൊണ്ട് അല്ലെ, അവർക്ക് വിചാരിക്കുന്ന അത്രയും വേഗത്തില്, സ്പീഡില് ഒക്കെ ചെയ്യാൻ പറ്റില്ല അല്ലെ.
സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് അല്ലെ. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞപ്പോഴാ മമ്മൂട്ടി എത്ര ഏജ് ആയിട്ടുണ്ട് അല്ലെ. മോഹൻലാൽ, മമ്മൂട്ടി അവരെ ഇത്ര ഇപ്പോഴും മൂവി പെർഫെക്റ്റ് ആയിട്ടാ അല്ലെ അഭിനയിക്കുന്നത്. അപ്പൊ അത് അവരുടെ ഒരു മാനസികാവസ്ഥ ആണ് അല്ലെ. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, പെർഫെക്റ്റ് ആയിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു ഇൻഡിവിജ്വലിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഫാക്ടർ, ഒരു ഘടകമാണ് പേഴ്സണൽ വേരിയബിൾസ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പറയുന്നത് ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് അല്ലെ. എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷൻ അവരുടെ പോരായ്മകൾ തിരിച്ചറിയണം അല്ലെ. ഫീഡ്ബാക്ക് ആൻഡ് അല്ലെങ്കിൽ ഇപ്പൊ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, ഇപ്പൊ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കൊടുക്കുകയാണ്, അവർക്ക് വേണ്ട ട്രെയിനിങ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിൽ അവരുടെ ഡ്രോബാക്കുകൾ അവർ മനസ്സിലാക്കണ്ടേ, പോരായ്മകള് അവർക്ക് അതനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും അല്ലെ. നെക്സ്റ്റ് അവരെ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ നോക്കിയേ, ഫീഡ്ബാക്ക് ആൻഡ് കൗൺസിലിംഗ് ടു ജൂനിയർ കൊളീഗ്സ്, mentioning the shortcomings and applying suitable HRD instruments to overcome the drawbacks and essentially required അല്ലെ. നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള കൊളീഗ്സിനോട് നമ്മൾ എന്ത് ചോദിക്കുക? ആ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുള്ള ഫീഡ്ബാക്കുകളും അതിനെ കുറിച്ചുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ ആയിട്ടുള്ള HRD ഇൻസ്ട്രുമെന്റ്സ്. HRD എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻസ്ട്രുമെന്റ്സുകൾ യൂസ് ചെയ്തും കണ്ടിട്ട് ആ ഡ്രോബാക്സുകളിൽ നിന്ന് അല്ലെ, ആ പോരായ്മകളിൽ നിന്ന് ഓവർകം ചെയ്യുകയും നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക. ഇപ്പൊ നമ്മളോട് പറയാണ്, നമ്മൾ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ നമ്മളെടുത്ത് പറയാണ് എന്താണ്? ടൈം അല്ലെ, ടൈം പോരായിരുന്നു, അല്ലെങ്കിൽ എന്താണ്? ട്രെയിനർ പോരായിരുന്നു അല്ലെ, അല്ലെ, അല്ലെങ്കിൽ കറക്റ്റ് രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ സ്കിൽ നമുക്ക് ലഭിച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റേജിൽ ഇതൊക്കെ ഓവർകം ചെയ്യില്ലേ? ചെയ്യല്ലേ. അപ്പൊ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്ട്രുമെന്റ്സുകൾ യൂസ് ചെയ്തും കാണിട്ട് നമ്മൾ ഇതൊക്കെ ഓവർകം ചെയ്ത് ഈ പോരായ്മകൾ ഓവർകം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുക. HRD ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, ട്രെയിനിങ് കൊടുക്കുക, റോൾ പ്ലേ നടത്തുക അല്ലെ, ക്വസ്റ്റ്യനിങ് നടത്തുക, അങ്ങനെയുള്ള മെത്തേഡുകളിലൂടെ നമ്മൾ ഇതിനു വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുക. ഓക്കെ ആണോ? നമ്മൾ എന്തൊരു പ്രോഗ്രാം നടത്തിയാലും എന്ത് ചെയ്യും? ഫീഡ്ബാക്ക് ചോദിക്കില്ലേ? ഫീഡ്ബാക്ക് എടുക്കാറുണ്ടോ? എന്തൊരു പ്രോഗ്രാം ആയിക്കോട്ടെ അല്ലെ, എന്തൊരു കാര്യം കണ്ടക്ട് ചെയ്താൽ അല്ലെ, എന്താണ് നമുക്ക് അറിയണം അല്ലെ, അല്ലെ എന്ത് കാര്യം നമുക്ക് അറിയേണ്ടത് കറക്റ്റ് രീതിയിൽ നമ്മൾ വിചാരിച്ച ഒരു ഗോൾ അല്ലെ, ലക്ഷ്യം നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ സാധിച്ചോ അല്ലെ, നമുക്ക് ആർജിക്കാൻ സാധിച്ചോ അല്ലെ, ഇതുവരെ ചെയ്യാൻ സാധിച്ചോ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഫീഡ്ബാക്ക് എടുക്കുക. എന്നിട്ട് അതിനു വേണ്ട എങ്ങനെ എത്രത്തോളം അവർക്ക് അത് അറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ വിചാരിച്ച ഒബ്ജക്റ്റീവ്സ് അത് അത്രത്തോളം ആ ഒരു ആളുകൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്, in addition to the methodology of achievement, there must be specific objectives and goals required to be achieved അല്ലെ. നമുക്ക് എന്ത് കാര്യമാണോ അച്ചീവ് ചെയ്യേണ്ടത്, നേടേണ്ടത് അല്ലെ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സുകൾ നമ്മൾ സെറ്റ് ചെയ്യില്ലേ? നമ്മൾ ട്രെയിനിങ് എടുത്തപ്പോ പറഞ്ഞു അല്ലെ, ആദ്യം തന്നെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ, ലക്ഷ്യങ്ങള് നമ്മൾ സെറ്റ് ചെയ്യും അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള മെത്തഡോളജി സ്വീകരിക്കണം അല്ലെ. ഏത് രീതിയിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും അല്ലെ, ഏത് രീതിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും അല്ലെ. എന്താണ്? വെർബൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മതിയോ, അതല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് അവർക്ക് കൊടുക്കണോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെത്തഡോളജീസ് നമ്മൾ നോക്കുക, രീതികളെ നമ്മൾ ആഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? നമ്മ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, നമ്മ ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റീവ്സ് ആ ഒരു ട്രെയിനീസിന് അല്ലെ
പരിശീലകർക്ക് കിട്ടാൻ പാകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മെത്തഡോളജി സെറ്റ് ചെയ്യണം അല്ലെ? രീതികൾ ഏത് രീതിയിൽ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ? ഇപ്പൊ നമ്മൾ സ്കൂളുകളില് എന്ത് കൊടുക്കുക? ഫീൽഡ് ട്രിപ്പ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ? ഉണ്ടോ ഫീൽഡ് ട്രിപ്പ്? ഉണ്ടോ? ഉണ്ട്. എന്തിനു വേണ്ടി? ഇപ്പൊ നമ്മ വെറുതെ ഒരു ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ആ ഒരു പോണ സ്ഥലത്തെ കുറിച്ച് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് MSW കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അല്ലെ? പിന്നെ എന്താണ് ഈ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അല്ലെ? സൈക്കോളജി, MSc സൈക്കോളജി, BSc സൈക്കോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു സ്ഥലം കൊണ്ടുപോയി അല്ലെ? അതല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കാറില്ലേ? ട്രിപ്പുകൾ കൊടുക്കാറില്ലേ? ഹിസ്റ്ററിയുമായി അല്ലെങ്കിൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അവർക്ക് വെറുതെ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതിയോ? നമ്മ ആ കാര്യങ്ങൾ ഇപ്പൊ ഹിസ്റ്ററിയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ കൂടുതൽ എന്താണ് നമ്മ ഫീൽഡ് ട്രിപ്പ് ആ ഒരു രീതി സ്വീകരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ക്ലാരിഫൈ ആയിരിക്കും അല്ലെ? ഓരോ കാര്യങ്ങളെ കുറിച്ചും ചരിത്രങ്ങളെ കുറിച്ച് അല്ലെ? ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ് നമ്മ അതിന് വേണ്ട ഒബ്ജക്റ്റീവ്സ് അല്ലെ? ആ ഒരു ട്രെയിനിങ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ട മെത്തഡോളജീസ് നമ്മ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ്, there always exists a gap between required performance level and the capacity of an individual. നമ്മുടെ ഒരു പേഴ്സണിന്റെ ഒരു ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റി അല്ലെ, കഴിവും നമ്മ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിക്വയർഡ് പെർഫോമൻസ് ലെവൽ, അവരുടെ ആ ഒരു പ്രകടനം, ആ ഒരു പെർഫോമൻസിന്റെ ഇടയിൽ ചിലപ്പോ എന്ത് വരാം? ഒരു ഗ്യാപ്പ് വരാം അല്ലെ? ഇല്ലേ? ഇപ്പൊ ഇല്ലേ? അപ്പൊ ആ ഒരു ഗ്യാപ്പ് വരാം. അപ്പൊ നമ്മുടെ ഒരു കഴിവ്, ഒരു പേഴ്സണിന്റെ, ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവും നമ്മ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു പെർഫോമൻസ് ലെവലും തമ്മിൽ ഒരു ഗ്യാപ്പ് വരാം. അപ്പൊ എന്ത് ചെയ്യാം? മാനേജ്മെന്റ് മസ്റ്റ് ഫിൽ ദ ഗ്യാപ്പ് ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെന്റ്. എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ആ ഒരു ഗ്യാപ്പ്, ആ ഒരു പോരായ്മ നികത്തുന്നതിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അവസരങ്ങൾ എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്? ആ ഒരു പോരായ്മ നികത്താനായിട്ട് എങ്ങനെയാ അവർക്ക് കൊടുക്കുന്നത്? ട്രെയിനിങ് കൊടുക്കും അല്ലെ, എഡ്യൂക്കേഷൻ കൊടുക്കും, പ്രാക്ടീസ് കൊടുക്കും അല്ലെ, കോച്ചിങ് കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, നികത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ്, in work situation, growth involves stress and strain. Development can seldom take place in a completely peaceful atmosphere. അല്ലെ? ഒരു വർക്ക് സിറ്റുവേഷനിൽ ഗ്രോത്ത് എന്തുമായി ഇൻവോൾവ് ചെയ്തിരിക്കുന്നു? സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് അല്ലെ? നമ്മുടെ വളർച്ച സ്ട്രെസ്സുമായിട്ടും സ്ട്രെയിനുമായിട്ടും ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഡെവലപ്മെന്റ് ക്യാൻ സെൽഡം ടേക്ക് പ്ലേസ് ഇൻ എ കംപ്ലീറ്റ്ലി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ലെ? ഡെവലപ്മെന്റ് പൂർണ്ണമായും സമാധാനപരമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു അറ്റ്മോസ്ഫിയറിലാണ് നടത്താൻ സാധിക്കുന്നത് അല്ലെ? നമുക്ക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അസൈൻമെന്റുകൾ കിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ കിട്ടുകയാണെങ്കിൽ നമ്മ അത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വളർച്ചയും വരില്ലേ, ഗ്രോത്തും വരുന്നുണ്ട് അല്ലെ? പക്ഷെ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെ, സമാധാനപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നടത്താൻ കഴിയും. ഓക്കെ അല്ലേ? Next, an executive requires development throughout his work life and his professional career. അല്ലെ?
ഒരു എക്സിക്യൂട്ടീവ്സിന് എന്ത് ആവശ്യമാണ്? റിക്വയേഴ്സ് ഡെവലപ്മെന്റ് ത്രൂ ഔട്ട് ഹിസ് വർക്ക് ലൈഫ് ആൻഡ് ഹിസ് പ്രൊഫഷണൽ കരിയേഴ്സ് അല്ലെ. ഒരു വ്യക്തികളുടെ പ്രൊഫഷണൽ കരിയേഴ്സിലും അവരുടെ വർക്ക് ലൈഫിലും എന്ത് വേണം? ഡെവലപ്മെന്റ് ത്രൂ ഔട്ട് വേണം അല്ലെ. അല്ലേ? നടക്കില്ലേ? ഒരു എംപ്ലോയീസിന്റെ കരിയർ പ്രൊഫഷണൽ ലൈഫിലും അവരുടെ വർക്ക് ലൈഫിലും ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു വർക്കിൽ കയറി അവിടെ നിന്ന് നിർത്തുന്നത് വരെ അവർക്ക് ഡെവലപ്മെന്റ് വികസനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അല്ലെ. ഡെവലപ്മെന്റ് വരെയല്ലേ. അപ്പൊ an executive requires development throughout his work life and his professional careers. Thus management development is never ending activity. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഒരു എന്താണ്? അവസാനമില്ലാത്ത അല്ലെ, എൻഡിങ് ഇല്ലാത്ത ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ, പ്രവർത്തനമാണ് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിന് പിന്നെ എന്താണ്? എംപ്ലോയീസിന് എന്താണ്? അവരുടെ വർക്ക് ലൈഫിലും പ്രൊഫഷണൽ കരിയേഴ്സിലും ഡെവലപ്മെന്റ് ആവശ്യമാണെങ്കിൽ, വികസനം അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടി ട്രെയിനിങ് ആവശ്യമാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലോ. ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ആണോ? അവസാനിക്കില്ല അല്ലെ. അപ്പൊ എന്താ? മാനേജ് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആക്ടിവിറ്റി അല്ലെ. ഇത് അവസാനിക്കാത്ത, എൻഡ് ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മ എഡ്യൂക്കേഷനും പറയാറുണ്ട് അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നത് അല്ലെ. നമ്മ ഓരോ സിറ്റുവേഷനിലും പുതിയ കാര്യങ്ങൾ നമ്മ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പുതിയ കാര്യങ്ങൾ അല്ലെ, പുതിയ ടെക്നോളജീസ് അല്ലെ, അല്ലെ. അപ്പൊ എന്താ? ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാൻ നെവർ എൻഡിങ് ആക്ടിവിറ്റിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, growth cannot occur without involvement and participation. ഒരാളുടെ പാർട്ടിസിപ്പേഷനും ഒരാളുടെ ഇൻവോൾവ്മെന്റും ഇല്ലെങ്കിൽ അല്ലെ നമുക്ക് ഗ്രോത്ത് നടക്കോ? ആ ഒരു ഇൻഡിവിജ്വലിന്റെ വളർച്ച നടക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? ഗ്രോത്ത് cannot occur. എന്താണ്? ഒരാളുടെ വളർച്ച അല്ലെ, ഗ്രോത്ത് നടക്കില്ല എപ്പോഴും വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് അല്ലെ. അവരൊരു ഇടപെടലും അവരൊരു പാർട്ടിസിപ്പേഷനും ഇല്ലാതെ ഒരിക്കലും ഗ്രോത്ത്, വളർച്ച നടക്കുകയില്ല. ഓക്കെയാണോ? 7 പോയിന്റ് ഓക്കെയാണോ? ഒന്ന് വായിച്ചു നോക്കൂ. അത്രയും ഒന്ന് വായിച്ചിട്ട് മിസ് നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് കൂടി എടുക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ് ഡെഫിനിഷൻ. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു പേരിൽ തന്നെയുണ്ട്. എന്ത് ചെയ്യാണ്? അവരുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്താണ് അല്ലെ. എന്നിട്ട് അവർക്ക് വേണ്ട ഫീഡ്ബാക്കുകള് ഒക്കെ കൊടുക്കുന്നത്. ഒന്ന് നോക്കിയേ, ഫസ്റ്റ് ഒന്ന് നോക്കിയേ, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഒന്ന് നോക്കുക. എന്നിട്ട് മിസ് നെക്സ്റ്റ് എടുക്കുക. വേഗം വായിച്ചു നോക്കിട്ടാ. മിസ് നെക്സ്റ്റ് എടുക്കാം. നിങ്ങള് പോയിന്റ്സ് അതുപോലെ തന്നെ എഴുതിയിടുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടാത്തതോ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് എഴുതിയിടുന്നില്ലേ? പിന്നീട് എടുത്തു നോക്കുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും കേട്ടോ. അതുകൊണ്ട് അലക്സ് പറയുമ്പോ തന്നെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഓരോ ക്ലാസ്സിലും.
എടുത്തോട്ടെ മിസ്. പെർഫോമൻസ് മാനേജ്മെന്റ് ഇത് ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് 6th പറയണം. 6th എന്താണ്? ഒരു എംപ്ലോയീസ്, അതായത് ഒരു മാനേജറിലേക്ക് എന്താണ് ലൈഫിൽ, അവരുടെ വർക്ക് ലൈഫിലും അവരുടെ പ്രൊഫഷണൽ കരിയേഴ്സിലും അവരെന്താണ് ഡെവലപ്മെന്റ് ആവശ്യപ്പെടാണ് അല്ലെ? അവർക്ക് വികസനങ്ങൾ വേണ്ടേ? ഇപ്പൊ നമ്മളാണെങ്കിലും ഓരോ സമയത്തും പുതിയ ടെക്നോളജീസ്, പുതിയ സിസ്റ്റംസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ? ഇപ്പൊ നമുക്കറിയാം എന്താണ് അസാപ്പ്, അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെ? സോഫ്റ്റ്വെയർസ് അല്ലെ? സോഫ്റ്റ്വെയർസ്, എക്സ്ട്രാ സിസ്റ്റംസ് അല്ലെ? ടെക്നോളജീസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഓരോ തൊഴിൽ മേഖലയിലും അല്ലെ? ഓരോ പ്രൊഫഷണലിലും അല്ലെ? ആണല്ലേ? അപ്പൊ അതിനനുസരിച്ച് എന്ത് വേണം? നമ്മുടെ എംപ്ലോയീസിനും അത് പഠിക്കണ്ടേ? പുതിയ വരുന്ന ടെക്നോളജീസ് അല്ലെ? എക്യുപ്മെന്റുകള്, ഉപകരണങ്ങള് അല്ലെ? സിസ്റ്റം. പണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നോ? ടാക്സ് എന്ന് പറഞ്ഞാല് ടാക്സ് ഒക്കെ ഉണ്ടായിരുന്നോ ഒരുപാട് നാളുകൾക്ക് മുമ്പ്? ഇല്ല അല്ലെ? ഇപ്പൊ എന്ത് വന്നു? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാണ് അല്ലെ? അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ എംപ്ലോയീസ് പഠിക്കണ്ടേ? മാനേജേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, എല്ലാവരും പഠിക്കണ്ടേ പുതിയ കാര്യങ്ങള്? പഠിക്കണം അല്ലെ? അപ്പൊ എന്താണ്? അതനുസരിച്ച് എന്താണ് നമ്മുടെ എക്സിക്യൂട്ടീവ് റിക്വയേഴ്സ് ഡെവലപ്മെന്റ്, അവരുടെ വർക്ക് ലൈഫിലും അവരുടെ പ്രൊഫഷണൽ കരിയറിലും അവരുടെ തൊഴിൽ മേഖലയിലും അവരെന്ത് ചോദിക്കാണ്? ഡെവലപ്മെന്റ് ആവശ്യപ്പെടുന്നത് അല്ലെ? റിക്വയേഴ്സ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? അവർക്ക് എപ്പോഴും ട്രെയിനിങ് ആയിട്ടും എഡ്യൂക്കേഷൻ ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? ട്രെയിനിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മുടെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്താണ്? അവസാനിക്കുന്നില്ല അല്ലെ? ഇപ്പൊ നെവർ എൻഡിങ് ആക്ടിവിറ്റി, ഇത് അവസാനിക്കാത്ത ഒരു പ്രവർത്തനമാണ്. ക്ലിയർ ആയോ? ആരാ ചോദിച്ചേ? ഓക്കെ ആയോ? നെക്സ്റ്റ് performance management definition. Performance management is a corporate management tool that helps managers observe and analyze employees work. Managers എന്ത് ചെയ്യാണ്? നമ്മുടെ എംപ്ലോയീസിന്റെ അല്ലെ, തൊഴിലാളികളുടെ, വർക്ക് ചെയ്യുന്ന ആളുകളുടെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്കുകൾ അല്ലെ, അവരുടെ ജോലികള് നിരീക്ഷിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂളാണ്. കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോർപ്പറേറ്റ് മാനേജ്മെന്റ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ കോർപ്പറേറ്റ് മാനേജ്മെന്റ്? ഇല്ല, ആരും കേട്ടിട്ടില്ല. കോർപ്പറേറ്റ് മാനേജ്മെന്റ് എൻകംപോസസ്, കേട്ടിട്ടുണ്ട്? പരിശ എന്നൊന്ന് പറഞ്ഞേ, എന്താണ്? കേട്ടിട്ടുണ്ട്? അറിയില്ല. അതായത് ഒരു കമ്പനിയുടെ എന്താണ് ഒബ്ജക്റ്റീവ്സ് അല്ലെ? ആ സഹകരണം. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ സഹകരണം. അതായത് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ലക്ഷ്യങ്ങള് പ്രാവർത്തികമാക്കാൻ, അതല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് അച്ചീവ് ചെയ്യാനായിട്ട് അവരെടുക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാവും അല്ലെ? ഭരണക്രമങ്ങൾ ഉണ്ടാവും അല്ലെ? ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവും, പ്രക്രിയകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ഒരു കമ്പനിയുടെ സക്സസിലേക്ക് നയിക്കണമെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ വർക്കുകൾ എങ്ങനെയായിരിക്കണം? നല്ല രീതിയിലായിരിക്കണം അല്ലെ? ബെറ്റർ ആയിരിക്കണ്ടേ? ബെറ്റർ ആയിരിക്കണം അല്ലെ? അപ്പൊ എന്താണ്? ആ ഒരു കോർപ്പറേറ്റ് അങ്ങനെയുള്ള ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂളാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഇതെന്ത് ചെയ്യാണ്? മാനേജേഴ്സ്
അവരുടെ എംപ്ലോയീസിന്റെ വർക്കുകളെ ഒബ്സർവ് ചെയ്യുകയും നിരീക്ഷിക്കുകയും അനലൈസ് ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? മാനേജ്മെന്റും എംപ്ലോയീസും ഉള്ള സഹകരണം എന്ന് പറയാം, അങ്ങനെ പറയാം. അതല്ലെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു കമ്പനിയുടെ പ്രോസസ്സുകൾ, പ്രക്രിയകൾ ഉണ്ടാവും, അവിടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ വർക്കുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനൊക്കെയാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈഡ് ആക്കണമെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെയായിരിക്കണം? ശരിയായ രീതിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം അല്ലെ, വർക്ക് ചെയ്യുന്നവരായിരിക്കണ്ടേ? അപ്പൊ ആ ഒരു ഇത് അളക്കുന്നതിനുള്ള ഒരു ടൂളാണ് ഇത് പെർഫോമൻസ് മാനേജ്മെന്റ്. അതിലെന്ത് ചെയ്യാണ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്ന എംപ്ലോയീസിന്റെ വർക്കുകൾ അല്ലെ എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുകയും നിരീക്ഷിക്കുകയും അത് അനലൈസ് ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? അത് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് സെന്റൻസ് പറയാലോ. നെക്സ്റ്റ്, പെർഫോമൻസ് മാനേജ്മെന്റ് എയിം ഈസ് ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ആണ്. അതായത് ആ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങള് എന്താണ് ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലാണോ അല്ലെ, സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ അല്ലെ, പ്രോസസ്സുകൾ ലീഡ് ചെയ്യാൻ വേണ്ട പ്രക്രിയകള്, പിന്നെ അതിന് വേണ്ട അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൂള് ലക്ഷ്യം നിറവേറ്റാൻ, ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് നിറവേറ്റാൻ അവരെടുക്കുന്ന തീരുമാനം, ചുരുക്കി പറഞ്ഞാൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഒരു കമ്പനിയുടെ ലക്ഷ്യങ്ങളെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ അവരെടുക്കുന്ന തീരുമാനങ്ങൾ. അതിൽ ഒരുപാട് പ്രക്രിയകൾ വരും അല്ലെ, ഒരുപാട് അഡ്മിനിസ്ട്രേഷൻ വർക്കുകൾ വരും അല്ലെ, ഭരണ പ്രവർത്തനങ്ങൾ വരും അല്ലെ. അപ്പൊ എന്താണ് അതിനുള്ള ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂളാണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ്. അതിലെന്താണ് ചെയ്യുന്നത്? മാനേജേഴ്സ് എന്താണ് എംപ്ലോയീസിന്റെ വർക്കുകൾ നിരീക്ഷിക്കുകയും അത് അനലൈസ് ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? Next, performance management aim is to create an environment where people can perform to the best of their ability to produce the highest quality work most efficiently and effectively. ഇപ്പൊ ഒരാള് ചെയ്യുന്ന വർക്ക് ഹയസ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഗുണനിലവാരത്തിൽ അല്ലെങ്കിൽ മാക്സിമം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മ എപ്പോഴായിട്ട് പറയുന്നത്? ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി അവര് എന്താണ് ഹയസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ ഒരു മാക്സിമം എഫേർട്ട് എടുത്ത് 100% സക്സസിലേക്ക് എത്തിക്കുമ്പോഴല്ലേ? ഒരു തെറ്റുകളും ഒരു കുറവുകളും വരുത്താതെ അവർ ചെയ്യുമ്പോൾ അതിന്റെ ഫലം കാണുമ്പോൾ അതല്ലേ നമുക്ക് എന്ത് പറയാം? അവരതിലൊരു തെറ്റുകളും കുറവുകളും ഇല്ലാതെ ചെയ്യുമ്പോഴും അല്ലേ? അല്ലേ? അപ്പൊ എന്താണ് ഒരു ഇൻഡിവിജ്വൽസിന് അല്ലെ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിന് കൊടുക്കുന്ന വർക്കുകള് അവരുടെ ഹയസ്റ്റ് അവരുടെ എബിലിറ്റീസ് അല്ലെ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് അവര് പരമാവധി ഹയസ്റ്റ് ക്വാളിറ്റി വർക്കായിട്ട് ചെയ്യുന്നത് കാര്യക്ഷമമായിട്ട് ഫലപ്രദമായും ചെയ്യുന്നതിന് വേണ്ട ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം. ഒരു
എംപ്ലോയീസിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന വർക്കുകളെ അസൈൻമെന്റുകള് അവര് ഹയസ്റ്റ് ക്വാളിറ്റി വർക്ക് ഉയർന്ന നിലവാരത്തോടു കൂടി അവരുടെ മാക്സിമം എബിലിറ്റി എടുത്ത് അല്ലെ അവരുടെ കഴിവുകൾ എടുത്ത് അവര് ഉയർന്ന നിലവാരത്തോടു കൂടി കൂടുതൽ കാര്യക്ഷമമായിട്ടും ഫലപ്രദമായും ചെയ്യുന്നതിന് വേണ്ട ഒരു എൻവിയോൺമെന്റ് നിർമ്മിക്കുക എന്നതാണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെ ആയോ? ചിലപ്പോ അവർക്ക് ടെക്നോളജീസ് സൗകര്യം ഉണ്ടാക്കേണ്ടി വരും അല്ലെ, ചിലപ്പോ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും അല്ലെ, അവർക്ക് എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ. ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്തത് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ മിസ് ഒന്ന് ഇത്ര എടുക്കുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ്